ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ച് തന്നെ ധാരണയില്ല. ഇന്നലെ ജിമ്മി അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ ഗോൾ പോസ്റ്റ് മാറ്റുന്ന ഒരു 7-8 ലക്ഷ്യങ്ങൾ ഇതിനകം അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ഡേ പറഞ്ഞത് റെജീം ചേഞ്ച് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ റെജീം ചേഞ്ച് എന്ന് തന്നെയുള്ളൊരു സംഗതി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാനമായ ലക്ഷ്യം വെച്ച് അമേരിക്ക നടത്തിയ യുദ്ധമായിരുന്നല്ലോ അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം എന്ന് പറയുന്നത്. 2001 മുതൽ 2021 വരെ ദീർഘമായ 20 വർഷക്കാലം $2.5 ട്രില്യൺ അതിൻ്റെ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിന് ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ വേറെയുണ്ട്. അപ്പം $2.5 ട്രില്യൺ ചെലവഴിച്ച് 20 വർഷക്കാലം യുദ്ധം ചെയ്തിട്ട് എന്താ സംഭവിച്ചത്? എന്തിനാ യുദ്ധം? ടു റീപ്ലേസ് താലിബാൻ. ഡൺ. അങ്ങനെയാണ് റീപ്ലേസ് ചെയ്തത്. താലിബാൻ ഈസ് റീപ്ലേസ്ഡ് ബൈ എ മോർ പവർഫുൾ താലിബാൻ എന്നുള്ളതാണ്. താലിബാനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ യുദ്ധം അവസാനിക്കുന്നത് 20 വർഷം കഴിഞ്ഞിട്ട് അവസാനിക്കുന്നത് എങ്ങനെയാണ്? നേരത്തതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഒരു താലിബാനെ അവിടെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ്. ഇത് വങ്കത്തരം എന്നല്ലാതെ മണ്ടത്തരം എന്നല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും പറയില്ല. പക്ഷേ അമേരിക്ക ഇത്രയും ഭീകരമായ മടയത്തരം ചെയ്തിട്ട് ഇവർ മണ്ടന്മാരാണെന്ന് ആരും പറയുന്നില്ലല്ലോ. അമേരിക്ക ഭയങ്കര സംഭവമാണെന്നല്ലേ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കില്ല. ഇതിൽ ഈ ഒരൊറ്റ സംഭവത്തിലെ മണ്ടത്തരം ആലോചിച്ച് നോക്കുക. 20 വർഷം ദീർഘമായ 20 വർഷം ഒരു രാജ്യം, അമേരിക്ക മാത്രമല്ല, അമേരിക്കയുടെ നാറ്റോ കൂടെ ഉണ്ട്, അവർ യുദ്ധം ചെയ്യുകയാണ്. ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? ഒരു റാക്ടാഗ് മിലീഷ്യ എന്ന് പറയാവുന്ന ഒരു മിലീഷ്യ ഗ്രൂപ്പിനോടാണ്. അവർക്ക് ഇപ്പം ഇറാനും അമേരിക്ക നമ്മൾ യുദ്ധത്തിൽ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഇറാൻ്റെ എയർ സുപ്പീരിയറിറ്റി ഇല്ല ഇറാന്, എയർ സുപ്പീരിയറിറ്റി അമേരിക്കക്കാണ്. എന്നാണ് അങ്ങനെ ഒരു എയർ സുപ്പീരിയറിറ്റി എന്ന വാക്ക് ഉപയോഗിക്കാനെങ്കിലും പറ്റും. കാരണം ഇറാൻ എയർഫോഴ്സ് ഉണ്ട്, അവർക്ക് പഴയതാണെങ്കിലും കുറച്ച് വിമാനങ്ങളും സംഗതികളും അവർക്കൊരു എയർഫോഴ്സും എല്ലാം ഉണ്ട്. ഈ താലിബാൻ എന്ന് പറയുന്ന സംവിധാനത്തിന് അങ്ങനെ പരിപാടിയില്ല. ഒരു ഹെലികോപ്റ്റർ പോലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സംഘത്തോടാണ് ലോകത്തെ ഏറ്റവും എയർ സുപ്പീരിയറിറ്റി ഉള്ളൊരു ഫോഴ്സ് 20 വർഷം യുദ്ധം ചെയ്യുന്നു. എന്നിട്ടൊരു ബെറ്റർ താലിബാനെ അവർ റീപ്ലേസ് ചെയ്യുന്നു, മോർ പവർഫുൾ താലിബാനെ അവിടെ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? റെജീം ചേഞ്ച് എന്ന് പറയുന്ന സംഗതി ആയുധം കൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല. എന്ന് മാത്രമല്ല, ഒരു ഐഡിയോളജിക്കലി ഡ്രിവൺ ആയിട്ടുള്ള, ആശയപരമായ ബലമുള്ള, സെൽഫ് ഡ്രിവൺ ആയിട്ടുള്ളൊരു ഫോഴ്സിനെ തോൽപ്പിക്കുക, ഒരു സംഘത്തെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത് സാധ്യമല്ല. ഇപ്പം ഹമാസിൻ്റെ കാര്യം എടുക്കുക, ഗസയുടെ കാര്യം എടുക്കുക. ഇതേമാതിരി അവിടുത്തെ ലക്ഷ്യമായിരുന്നല്ലോ അവിടുത്തെ ഹമാസിനെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, ഹമാസിൻ്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക. 2 വർഷം അവിടെ മനുഷ്യ സമുദായത്തിൻ്റെ ചരിത്രത്തിൽ, മനുഷ്യ സമുദായത്തിൻ്റെ ഭാവനയിൽ സാധ്യമല്ലാത്ത വിധത്തിലുള്ള ആക്രമണം, ബോംബിങ് അവിടെ നടത്തി. എന്താ സംഭവിച്ചത്? ഹമാസ് അങ്ങോട്ടങ്ങ് പോയോ?